വളരെയധികം ആളുകളിൽ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മുട്ടുവേദന. എല്ലാ പ്രായക്കാരിലും മുട്ടുവേദന അനുഭവപ്പെടാം. താരതമ്യേന പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളിലാണ് മുട്ടുവേദന അധികമായും കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു 40-45 വയസ്സ് പ്രായത്തിന് മുകളിൽ കൂടുതലായിട്ട് ഈ വേദനകൾ അനുഭവപ്പെടാം. മുട്ടുവേദന എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ശാരീരിക അസുഖങ്ങളോ അല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില ഡെഫിഷ്യൻസി കൊണ്ട്, ഇപ്പൊ കാൽഷ്യം, വൈറ്റമിൻ ഡി കുറവുകൾ കൊണ്ട് വേണമെങ്കിൽ മുട്ടുവേദന വരാൻ സാധ്യതയുണ്ട്. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സന്ധികളിൽ ഒന്നാണ്. ഇപ്പൊ നമ്മൾ നടക്കുമ്പോൾ, ഓടുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ, നമ്മൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ കൂടുതലായിട്ട് ഭാരം അതിന് വഹിക്കേണ്ടി വരും. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് മുട്ടുവേദന നമുക്ക് ഉണ്ടാവാം. പ്രധാന കാരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രായം കൂടുന്തോറും വരുന്ന സന്ധികളിൽ വരുന്ന തേയ്മാനം കൊണ്ടുള്ള രോഗങ്ങൾ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം എന്ന് പറയുന്നു. പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ നമ്മുടെ സന്ധികളിൽ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. പിന്നെ മുട്ടിൽ വരുന്ന ചില പരിക്കുകൾ, ഇപ്പൊ നമുക്കൊരു വീഴ്ച പറ്റിയോ അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയോ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള പരിക്കുകൾ കൊണ്ട് മുട്ടുവേദന വരും. അതിൽ വരുന്നതാണ് ലിഗമെന്റ്സിൽ വരുന്ന ടിയർ, മെനിസ്കൽ ടിയർ, ചില ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻസ് ഒക്കെ പറയുന്നത് ഈ ഡിസ്ലൊക്കേഷൻസ് ഒക്കെ ഈ പരിക്കുകളിൽ വരുന്നതാണ്. പിന്നെ മുട്ടിൽ വരുന്ന അമിതവണ്ണം കൊണ്ടുള്ള, മുട്ടിന് സമ്മർദ്ദം കൊടുക്കുമ്പോൾ വരുന്നുള്ള വേദന, അമിതവണ്ണം കൊണ്ട് മുട്ടുവേദന വരാൻ സാധ്യതയുണ്ട്. പിന്നെ മുട്ടിൽ വരുന്ന ചില പരിക്കുകൾ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വീഴ്ച പറ്റിയോ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള പരിക്കുകൾ കൊണ്ട് മുട്ടുവേദന വരാം. അതിൽ വരുന്നതാണ് ഈ ലിഗമെന്റ് ടിയർ, മെനിസ്കൽ ടിയർ, ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻ ഒക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ അമിതവണ്ണം, ഒബീസിറ്റിയും കൊണ്ട് മുട്ടുവേദന വരാം. എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിൽ കൂടുതൽ സമ്മർദ്ദം വരുമ്പോൾ മുട്ടുവേദന വരാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേ നേരം നിന്നുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളിൽ, പിന്നെ നമുക്ക് യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ കൊണ്ടുണ്ടാവുന്ന രോഗാവസ്ഥ, ഗൗട്ട് കൊണ്ട് മുട്ടുവേദന വരാൻ സാധ്യതയുണ്ട്. പിന്നെ അപൂർവമായി മുട്ടിൽ വരുന്ന ചില ഇൻഫെക്ഷൻ, അണുബാധകൾ കൊണ്ട് മുട്ടുവേദന വരാം. ഓക്കെ, ഇനി പ്രധാനമായിട്ടും ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ മുട്ടിൽ വരുന്ന, പ്രത്യേകിച്ച് മുട്ടിന്റെ ആ ജോയിൻസിൽ വരുന്ന വേദന, പ്രത്യേകിച്ചിട്ടോ പേഷ്യൻസ് പറയും എനിക്ക് നടക്കുമ്പോൾ ഭയങ്കര വേദനയാണ്, സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുണ്ട്, ഓടുമ്പോഴൊക്കെ മുട്ടിൽ വേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ മുട്ടിൽ നമ്മൾ നടക്കുമ്പോൾ അതിൽ ചെറിയ ശബ്ദം കേൾക്കാം, ക്രെപ്പിറ്റസ് പോലെ കരകരപ്പ് പോലത്തെ ശബ്ദങ്ങൾ കേൾക്കാം, അല്ലെങ്കിൽ മുട്ടിൽ നീർവീക്കം വരാം, മുട്ടിൽ നീര് വരാം. ചില സമയത്ത് അക്യൂട്ട് പെയിൻസ് കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മുട്ടിൻ്റെ ആ ഭാഗത്ത് ചെറിയ രീതിയിലൊരു ചുമക്കും, നമ്മൾ തൊടുമ്പോൾ ചൂടും അനുഭവപ്പെടാം. പിന്നെ മുട്ട് നിവർത്താനും മടക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ചില രോഗികൾ പറയും ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുട്ട് ഭയങ്കര കഠിനമായിട്ട് തോന്നാം, എന്ന് വെച്ചാൽ അനക്കാൻ ബുദ്ധിമുട്ട്, സ്റ്റിഫ്നെസ് അനുഭവപ്പെടാം. ഇതൊക്കെയാണ് സാധാരണമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ദീർഘകാലം ഈ വേദന നിലനിന്നാൽ, ഈ ക്രോണിക് പെയിൻ എന്ന് വെച്ചാൽ കുറേ നാളുകൾ ഈ വേദന നിലനിന്നാൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ വേദന നിൽക്കുന്തോറും നമ്മുടെ സന്ധികളിലെ ചലനശേഷി കുറയാനും പിന്നെ ജോയിൻസിന് ഡീഫോമിറ്റി വരാനും സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ജോയിൻസിനൊരു രൂപമാറ്റം വരാനും സാധ്യതയുണ്ട്. അതുപോലെ അവിടുത്തെ പേശികളിൽ ബലം കുറഞ്ഞിട്ട് നമുക്ക് ബാലൻസ് നഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ എപ്പോഴെപ്പോഴും വീഴാനുള്ള സാധ്യത, പിന്നെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ വരെ ഇത് ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം പരിശോധനകൾ, ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റോ എക്സ്റേ ഒക്കെ എടുത്ത് എന്താണെന്ന് രോഗം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹോമിയോപ്പതിയിൽ മുട്ടുവേദനയ്ക്ക് ഫലപ്രദമായ ഒരു ചികിത്സയുണ്ട്. ഇപ്പോൾ മുട്ടുവേദന തന്നെ രണ്ട് രീതിയിൽ അതിനെ തരംതിരിക്കാം. അക്യൂട്ട് പെയിൻ ഉണ്ട്, ക്രോണിക് പെയിൻ ഉണ്ട്. അക്യൂട്ട് പെയിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുട്ടിലുണ്ടാകുന്ന വേദനകൾ, ഇപ്പോൾ ചിലപ്പോൾ പരിക്കുകൾ കൊണ്ട് വരുന്ന വേദനകൾ, നേരത്തെ പറഞ്ഞല്ലോ ലിഗമെന്റ് ടിയറോ മെനിസ്കൽ ടിയർ, അങ്ങനെ പരിക്കുകൾ കൊണ്ടുവരുന്ന വേദനകൾ, അല്ലെങ്കിൽ ഇതിലൊരു ഇൻഫെക്ഷൻ അണുബാധ കൊണ്ടുള്ള വേദനകളൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപ്പോഴത്തെ ഒരു ഡീറ്റെയിൽ കേസ് സ്റ്റഡിയുടെ ആവശ്യം ഇല്ല. അപ്പോഴത്തെ രോഗിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു മരുന്ന് നിശ്ചയിക്കുന്നത്. പക്ഷെ ഒരു ദീർഘകാലം ക്രോണിക് പെയിൻ, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മുട്ടുവേദന,
കുറേ നേരം ഇരുന്നാൽ വേദന കൂടുന്നൊക്കെ പറയുമ്പോൾ ആ വേദനയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കി അത് എപ്പോഴാണ് കൂടുക എപ്പോഴാണ് കുറയണതെന്ന് മനസ്സിലാക്കി പിന്നെ രോഗിയുടെ ആ സമയത്തുള്ള ഒരു മാനസിക നില, ചില രോഗികൾ വേദന വരുമ്പോൾ ചിലർ ഒരു സാഡ് മൂഡായിരിക്കാം, ചിലർ വളരെ ഇറിറ്റബിൾ ആയിരിക്കാം, ചില രോഗികൾ ചിലപ്പോൾ ഭയങ്കര വേദന വരുമ്പോൾ ഭയങ്കര ദേഷ്യം കാണിക്കും. അപ്പോൾ ആ സമയത്തുള്ള മാനസിക നില, പിന്നെ ആ രോഗിയുടെ ഒരു ശരീരഘടന, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ഒരു ജീവിതശൈലി, ഇതെല്ലാം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ച് ഒരു ഡീറ്റെയിൽ കേസ് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ മരുന്ന് നിശ്ചയിക്കുന്നത്. അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ ഒരു മരുന്ന് കണ്ടെത്തി കൊടുക്കുന്നത് മൂലം നമുക്ക് വേദനകളൊക്കെ പൂർണ്ണമായി ഭേദമാക്കാൻ ഹോമിയോപ്പതിയിലൂടെ സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശരിയായ രീതിയിലുള്ള ഒരു വ്യായാമ ക്രമങ്ങളും ഭക്ഷണ ക്രമങ്ങളും പാലിക്കേണ്ടതുണ്ട്.